നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലാലിഗയിൽ നടന്ന കഴിഞ്ഞ മത്സരത്തിൽ ഡിപ്പോർട്ടിവോ അലാവസിനെ പരാജയപ്പെടുത്താൻ റയൽ മാഡ്രിഡിന് കഴിഞ്ഞിരുന്നു. 2-3 ഗോളുകൾക്കാണ് അവർ അലാവസിനെ തോൽപ്പിച്ചിട്ടുള്ളത്. സൂപ്പർ താരങ്ങളായ കിലിയൻ എംബപ്പെ, റോഡ്രിഗോ, ലുക്കാസ് വാസ്കസ് എന്നിവരായിരുന്നു റയലിന് വേണ്ടി ഗോളുകൾ നേടിയത്. എന്നാൽ മത്സരത്തിൻ്റെ അവസാനത്തിൽ 2 ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് റയലിനെ ഞെട്ടിക്കാൻ അലാവസിന് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ അലാവസ് 2 ഗോളുകൾ വഴങ്ങിയിരുന്നു. ആദ്യ പകുതി അവസാനിച്ച സമയത്ത് അലാവസിൻ്റെ താരമായ അബ്ദൽ അബ്കർ കിലിയൻ എംബപ്പയുടെ ജേഴ്സി വാങ്ങിയിരുന്നു. 2 ഗോളുകൾക്ക് അലാവസ് പിറകിൽ നിൽക്കുന്ന ഒരു സമയത്താണ് അദ്ദേഹം ഈ ഒരു ജേഴ്സി കൈപ്പറ്റിയിരിക്കുന്നത്. അലാവസിൻ്റെ പ്രതിരോധ നിരയിൽ കളിക്കുന്ന ഒരു താരം കൂടിയാണ് അബ്കർ. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രവൃത്തി അലാവസിൻ്റെ പരിശീലകനായ ലൂയിസ് ഗാർഷ്യക്ക് ഒട്ടും പിടിച്ചിരുന്നില്ല. മത്സരം പൂർത്തിയാകുന്നതിന് മുന്നേ എതിർ താരത്തിൻ്റെ ജേഴ്സി കൈപ്പറ്റിയത് ഈ ഒരു പരിശീലകനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതിനുള്ള ശിക്ഷയെന്നോണം ഈ ഒരു ഡിഫൻഡറെ പരിശീലകൻ പിന്നീട് പുറത്തിരുത്തുകയായിരുന്നു. അതായത് രണ്ടാം പകുതിയിൽ താരത്തെ കളിക്കളത്തിലേക്ക് ഇറക്കാൻ അലാവസിൻ്റെ പരിശീലകൻ തയ്യാറായിരുന്നില്ല. പകരം മറ്റൊരു താരമായ ജോൺ ഗുരുഡിയെ പരിശീലകൻ കളിപ്പിക്കുകയായിരുന്നു. സ്പാനിഷ് മാധ്യമങ്ങൾ എല്ലാവരും ഇക്കാര്യം വലിയ രൂപത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ജേഴ്സി വാങ്ങിയത് കൊണ്ടാണ് താരത്തെ പുറത്താക്കിയത് എന്ന് സമ്മതിക്കാൻ ഇപ്പോൾ പരിശീലകൻ തയ്യാറായിട്ടില്ല. മറിച്ച് അദ്ദേഹത്തെ പുറത്തിരുത്തിയത് ഒരു ടാക്റ്റിക്കലായിട്ടുള്ള ഡിസിഷനാണ് എന്നാണ് പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും രണ്ടാം പകുതിയിൽ 2 ഗോളുകൾ നേടിക്കൊണ്ട് ഒരു തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് അലാവസിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം നൽകുന്ന ഒരു കാര്യമായിരിക്കും. നിലവിൽ പോയിന്റ് പട്ടികയിൽ 8ാം സ്ഥാനത്താണ് അലാവസ് തുടരുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.